വന്നിട്ടുണ്ട് ഒരു മസാല എഗ് റോൾ. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, കണ്ടിട്ട് കമൻസ് ഒക്കെ പറയണം. വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇച്ചിരി മസാല എഗ് റോളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് പറയാൻ മറക്കരുത്. അപ്പോൾ റെസിപ്പി കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മസാല എഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ചേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. നമുക്ക് മെയിനായിട്ട് ഇവിടെ വേണ്ടത് നല്ല ഞാനിത് പുഴുങ്ങിയ 4 മുട്ട എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയാണിത്. അതുപോലെ പുഴുങ്ങിയ 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒരു മസാല എഗ് റോൾ ആണല്ലോ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലേവറിന് മല്ലിയില ഇടുന്നുണ്ട്. ഒരു 2 വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി നമ്മളിത് പേസ്റ്റാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കും. ഒരു എരിവിന് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മളുണ്ടാക്കിയ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വറക്കണം. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടുക. നല്ല ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ എഗ് റോള് മുക്കി വറക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ മുട്ടയല്ല യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, അത്. പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവറും മൈദപ്പൊടിയും ഇച്ചിരി ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആ പേസ്റ്റിലാണ് നമ്മൾ എഗ് റോൾ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോളാണ്. അപ്പോൾ നമ്മുടെ മസാല എഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടെ ഞാൻ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനത് മിക്സിയിലിട്ട് നമുക്കത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ എഗ് റോൾ മുക്കിയെടുക്കാനുള്ള ബാറ്റർ ആദ്യം തയ്യാറാക്കി മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി അതിനാക്കി ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിൽ നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ലതായിട്ട് അത് നല്ല ഒട്ടിയിരിക്കും. അതിനായിട്ടാണ് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കണം, എന്നാലേ മസാല പൊട്ടറ്റോ നന്നായിട്ട് മുങ്ങി ആ കോട്ടിങ് വരുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങാം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്മാഷർ ഉണ്ടെങ്കിൽ ഇച്ചിരി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ എഗ് റോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുട്ട മുഴുവനായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചിട്ടായാലും നമുക്ക് പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. ഞാനൊരു വലിയൊരു സവാളയുടെ ഒരു പകുതിയുടെ പകുതിയാണ് എടുത്തത്, അതിട്ട് കൊടുത്തു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയില സവാളയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്യാം.
എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോയിൽ നല്ലതായിട്ട് കുഴച്ച് ഒരു ഡോവിൻ്റെ പരിവാക്കണം. നല്ലൊരു ഉരുണ്ട മാവ് പോലെ, ചപ്പാത്തി മാവ് പോലെ എടുക്കണം. അപ്പോൾ തന്നെ ഈ സവോളയുടെ നീരും ഈ മസാല എല്ലാം പൊട്ടറ്റോയിൽ നല്ലതായിട്ട് പിടിക്കൂ. നമ്മുടെ എഗ് റോൾ വറുക്കാൻ ആവശ്യമായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരിയേറെ എണ്ണ വേണം. ഒരു ഹാഫ് പോർഷനിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ബാറ്റർ മിക്സ് ചെയ്യാൻ നേരം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്ന കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ബാറ്ററി എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ മുട്ടയാണെങ്കിൽ ഒന്ന് മുറിച്ചിടുക. കുഞ്ഞു കുഞ്ഞു മുട്ടയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. അപ്പം കറക്റ്റ് സൈസ് ശരിയായിക്കോളും. ഇനി ഇത് കയ്യിലേക്ക് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ മുക്കിയെടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസിലോട്ടിടാം. ഇട്ടിട്ടുണ്ട്. നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മുട്ടയും അങ്ങനെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. തീരെ കുറച്ച് വയ്ക്കുക. എന്നാലേ ആ പകത്തിലുള്ള പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ. നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിക്കൊണ്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ്ങിലോട്ട് മാറ്റാം. ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ എഗ് റോളും ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നല്ല വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ ഡിഷാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ്സ് പറയാം. അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് കിച്ചൻ.